ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യലൈസ് വ്ളോഗ്സ്. ബുധനാഴ്ച ലഞ്ചും കഴിഞ്ഞ് 1:45 വീട്ടിൽ നിന്നും ഇറങ്ങി. എങ്ങോട്ടാണ് യാത്ര? കുറേ ദിവസമായിട്ട് ഇഷ യോഗ സെൻറ്ററിലോട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇന്ന് പ്ലാൻ നടന്നു. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലുള്ള ഇഷ യോഗ സെൻറ്ററിലേക്ക് പോകുന്നു. തിരിച്ചു വരുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അവിടുത്തെ കാഴ്ചകളും അവിടെ പോകുമ്പോൾ എന്തൊക്കെ അറിയണം എന്നുള്ള കാര്യങ്ങളും എല്ലാം വളരെ വിശദമായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഇഷ യോഗ സെൻറ്ററിലേക്കാണ് കേട്ടോ. 3:30 ആവുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി. 1:45 വീട്ടിൽ നിന്നും ഇറങ്ങി 3:30 കഴിഞ്ഞത് അവിടെ എത്തി. അവിടെ ഫോണ്, വലിയ ബാഗുകളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല യോഗ സെൻറ്ററിലോട്ട്. അതിന് സൗകര്യമായിട്ട് പുറത്തൊരു കുറേ ക്ലോക്ക് റൂമുകളുണ്ട്. അവിടെ നമുക്ക് ബാഗും ഫോണും എല്ലാം വയ്ക്കാം. നമ്മുടെ കയ്യിൽ ചെറിയ ചെറിയ ബാഗുകൾ വയ്ക്കാം. ക്യാഷ്, വാട്ടർ ബോട്ടിലെല്ലാം കയ്യിലെടുക്കാം. പക്ഷേ നല്ല വെയിറ്റുള്ള ഹെവി ബാഗ് അങ്ങനെയുള്ളതൊന്നും എടുക്കാൻ പറ്റില്ല. ഫോൺ എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ക്ലോക്ക് റൂമിൽ വലിയ ബാഗുകളും ഫോണും എല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ അവിടേക്ക് പോയി. ഉള്ളിലേക്ക് കടക്കുകയാണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. പൊതുവെ മെഡിറ്റേഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ള നല്ലൊരു സ്ഥലമാണിത്. ഒരുപാട് ഫോറിനേഴ്സ് വന്നിട്ട് അവിടെ മെഡിറ്റേഷൻ ചെയ്യുന്നു. സൂര്യ നമസ്കാരം, അതുപോലെ ഒരുപാട് യോഗ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും കേട്ടോ. ഫോണ് അലൗഡ് അല്ലാത്തത് കൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് നന്നായി ആസ്വദിച്ച് കണ്ടിട്ട് തന്നെയായിരുന്നു എല്ലാവരുടെയും നടത്തം. ഫോൺ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോ ഒന്നും അവിടെയുള്ളതൊന്നും പകർത്താൻ കഴിഞ്ഞില്ല. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുളിക്കാനായിട്ട് സൂര്യകുണ്ട്, ചന്ദ്രകുണ്ട് അങ്ങനെ സ്നാനക്കുളമുണ്ട് കേട്ടോ. പുരുഷന്മാർക്ക് കുളിക്കാനായിട്ട് ഓപ്പൺ പ്ലേസാണ്. നമുക്ക് സ്നാനക്കുളം കാണാൻ കഴിയും. പക്ഷേ സ്ത്രീകൾക്ക് നല്ല അടച്ചുറപ്പോടു കൂടിയ നല്ല ഒരു കുളമാണ് ഉള്ളത്. കുളം എന്ന് പറഞ്ഞാൽ അത് ആർട്ടിഫിഷ്യലായി കെട്ടിയുണ്ടാക്കിയതാണ്. എങ്കിലും കാണാൻ വളരെ നല്ല രസമാണ് കേട്ടോ. അതിൽ നല്ല ഐസ് വാട്ടർ ആണെന്നാണ് പറഞ്ഞത്. നമുക്കവിടെ കുളിക്കണം എന്നുണ്ടെങ്കിൽ അത് പാസ് അങ്ങനെ എടുക്കണം. പാസ് എടുത്തതിന് ശേഷം അവരുടെ ഒരു ഡ്രസ്സ് തരും. അത് അണിഞ്ഞുകൊണ്ട് വേണം അവിടേക്ക് പ്രവേശിക്കാനായിട്ട്. നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെ ആയിരിക്കും കേട്ടോ അത്. ഇഷ യോഗ സെൻറ്ററിൽ തന്നെ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ മുന്നിൽ തന്നെ നന്ദികേശുവിൻ്റെ വലിയൊരു വിഗ്രഹമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുന്നത് ലിംഗഭൈരവി. അവിടെ പ്രാർത്ഥിക്കാം. നമുക്ക് തന്നെ പൂജ ചെയ്യാം. പൂജാ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. പിന്നെ അവിടുന്ന് ഒരു മെഡിറ്റേഷൻ ക്ലാസ് ഉണ്ടാവും കേട്ടോ. അത് വേണമെന്നുള്ളവർക്ക് അറ്റൻഡ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ക്ലാസ് ഞങ്ങളവിടെ അറ്റൻഡ് ചെയ്തു. മെഡിറ്റേഷൻ ചെയ്തു. കുറച്ച് സമയം കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് പിന്നെ പോയത് ശിവലിംഗം ഉള്ള ഒരു റൂമിലേക്ക്. റൂമെന്ന് പറയാൻ പറ്റില്ല, വളരെയധികം ഒരു പോസിറ്റീവ് വൈബ് തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ആകർഷിച്ചത് ആ റൂം തന്നെയായിരുന്നു. ഒരു പനയുടെ ഉയരത്തിൽ അതിന് മുകളിൽ ഒരു ധാര, ഭഗവാന്റെ ഈ ശിവലിംഗത്തിൽ ധാരധാരയായിട്ട് ഓരോ ഡ്രോപ്സ് വാട്ടർ ഇങ്ങനെ വീഴുന്ന ശബ്ദം മാത്രം അവിടെ കേൾക്കാം. ഒരുപാട് ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ആ വെള്ളം വീഴുന്ന ആ ഡ്രോപ്സിൻ്റെ ശബ്ദം മാത്രം കേൾക്കുന്നുണ്ടുള്ളൂ. വളരെയധികം നിശബ്ദത. നമുക്ക് 15 മിനിറ്റ് നന്നായിട്ട് പ്രാർത്ഥിക്കാം, മെഡിറ്റേഷൻ ചെയ്യാം. നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടുന്ന് യോഗ മെഡിറ്റേഷൻ സെൻറ്ററിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി പോകേണ്ടത് ആദിയോഗിയെ കാണാൻ വേണ്ടിയിട്ടാണ്. ക്ലോക്ക് റൂമിൽ നിന്നും ബാഗ്, ഫോണൊക്കെ എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് ഫോട്ടോഷൂട്ടെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഞങ്ങൾ പോയത് ഇത്രയും പേരായിരുന്നു, 17 പേരുണ്ടായിരുന്നു. ഒരു ചെറിയ ട്രാവലറിലായിരുന്നു പോയത്. വളരെ നല്ലൊരു യാത്ര തന്നെയായിരുന്നു കേട്ടോ ഇത്.
ഇഷ യോഗ സെൻറ്ററിൻ്റെ അടുത്ത് തന്നെ നമ്മൾ അവിടെ അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ അവിടെ സൈഡിലായിട്ട് ഫുഡ് കോർട്ട് ഒരുപാടുണ്ട്, അതുപോലെ വാഷ്റൂമുണ്ട്. അവിടെ നിന്നും ഞങ്ങൾ മെഡിറ്റേഷൻ എല്ലാം കഴിഞ്ഞ് ഓരോ ചായയും കുടിച്ച് 6 മണിക്ക് ശേഷമാണ് പുറത്തിറങ്ങിയത്. ഇനിയാണ് ആദിയോഗി ശിവപ്രതിമ കാണാൻ പോകുന്നത്. നമ്മുടെ ഫോണും ബാഗും എല്ലാം കൊണ്ടുപോകാം. അവിടേക്ക് ക്ലോക്ക് റൂമിൽ നിന്നും നമ്മുടെ ബാഗുകളെല്ലാം വാങ്ങിച്ചു. ഇനി അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. 15 മിനിറ്റ് നടക്കണം. നടക്കാൻ പറ്റാത്തവർക്ക് കാളവണ്ടിയുണ്ട് കേട്ടോ, അതിൽ പോകാം. അതുപോലെ ഇവിടെയും പുറത്ത് ഒരുപാട് ഫുഡ് കോർട്ടുകളുണ്ട് കേട്ടോ. നല്ല തെങ്ങിൻ തോപ്പും പച്ചപ്പും കാണാൻ വളരെ മനോഹരമായ സ്ഥലങ്ങളായിരുന്നു. സൂര്യാസ്തമയ സമയമായിരുന്നു. നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് കേട്ടോ. എന്തായാലും മിസ് ചെയ്യേണ്ട. നല്ല അടുത്ത് തന്നെയല്ലേ. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. വലിയ ചിലവൊന്നും ഉണ്ടാവില്ല. പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർക്ക് ആസ്വദിക്കുന്നവർക്കൊക്കെ വരാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. അതുപോലെ എന്താ പറയുക, ഒരു നിശബ്ദതയുടെ താഴ്വര എന്നൊക്കെ പറയില്ലേ, മെഡിറ്റേഷൻ സെൻറ്റർ. സൂപ്പർ. അതിന് ചുറ്റും തെങ്ങും തോപ്പില്ലേ, എന്ത് രസം നോക്കിയേ. നമ്മൾ വിചാരിച്ചു നമ്മുടെ അവിടെയാണ് പച്ചപ്പ് നിൽക്കുക, അതിനേക്കാൾ അടിപൊളി ഇവിടെ. ആത്മീയ ആചാര്യൻ ജഗ്ഗി വാസുദേവിൻ്റെ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷൻ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവഭഗവാന്റെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയാണ് ആദിയോഗി ശിവപ്രതിമ. പശ്ചിമഘട്ടത്തിൻ്റെ അരികിലായി വെള്ളിയാങ്കിരി മലനിരകളുടെ താഴ്വരയിലുള്ള ഈ ശിവപ്രതിമ ഡിസൈൻ ചെയ്യാൻ 2 വർഷം വേണ്ടിവന്നു. എന്നാൽ 8 മാസങ്ങൾ കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി എന്ന് പറയുന്നു. ടിവിയിലല്ലേ കാണില്ല, അവിടുന്ന് ലൈറ്റ് അടിക്കല്ലേ. ഇവിടെ നിന്നാ കാണും.
2017 ഫെബ്രുവരി 24 മഹാശിവരാത്രി ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദിയോഗി ശിവപ്രതിമ അനാവരണം ചെയ്തത്. അടി ഉയരമാണ് ശിവപ്രതിമയ്ക്കുള്ളത്. യോഗികളുടെ സംസ്കാരത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള മോക്ഷ, അതായത് വിമോചനം നേടാനുള്ള 112 മാർഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ ശിവന്റെ കഴുത്തിലെ സർപ്പം പ്രകൃതി സൗഹൃദത്തിൻ്റെയും ഓരോ ജീവജാലങ്ങളോടുള്ള സഹവർത്തിത്വത്തിൻ്റെയും തെളിവാണെന്നാണ് വിശ്വാസം. അതിന്റെ മുകളിലല്ലേ Om Namah Shivaya, Om Namah Shivaya, Om Namah Shivaya, Om Namah Shivaya, Om Namah Shivaya. സദ്ഗുരുവാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്റ്റീൽ കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മിതി. ഉയരം ഏകദേശം 34 മീറ്റർ വരും, അതായത് 112 അടി. 6:30 യോഗ സെൻട്രലിൽ നിന്നും എഴുന്നള്ളിപ്പ് ദേവിയെയും കൊണ്ട് കൊട്ടും വാദ്യവും ദേവിക്ക് കുടയും ചാർത്തിയിട്ട് എല്ലാവരും കൂടി നടന്ന് ഇങ്ങോട്ട് വരും. 15 മിനിറ്റ് നടക്കണം. അത്രേ ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ ഇവിടേക്ക് വരാനായിട്ട്. ഇവിടെ വന്നിട്ട് ഭഗവാനെ പ്രദക്ഷിണം 3 പ്രാവശ്യം വലം വച്ച് പൂജകളും ഭജനകളും എല്ലാം കഴിഞ്ഞ് ഏകദേശം 7:20 ലൈറ്റ് ഓൺ ചെയ്യുന്നത്. 15 മിനിറ്റ് അതുണ്ടാവും. ലൈറ്റ് മാത്രമല്ല, അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അത് എന്താണെന്ന് അതിലൂടെ ആ ശിവഭഗവാന്റെ ശരീരത്തിലൂടെ പോകുന്ന ആ ലൈറ്റ് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അത് സദ്ഗുരു വിവരിച്ച് തരുന്നുണ്ട്. അതൊന്നും ഇതിൽ ഞാൻ ഇട്ടിട്ടില്ല, കാരണം അത് കോപ്പിറൈറ്റ് വന്നാലോ എന്ന് വിചാരിച്ചു. അവരുടെ ഇത് യൂട്യൂബൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇനി ഞാനിട്ട് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് ഉണ്ടാവുമെന്ന് വെച്ചിട്ട് അത് സൈലൻ്റ് ആക്കിയിട്ടായിരുന്നു.
ആദ്യത്തെ യോഗി ഭഗവാൻ തന്നെയാണ്. അതുപോലെ നമ്മുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളും ഇതിലൂടെ പറയുന്നുണ്ട്. നമ്മൾ 15 മിനിറ്റ് നമ്മൾ വേറൊന്നും ഇവിടെ ഓർക്കുന്നില്ല കേട്ടോ ഈ സമയം. എല്ലാവരും ഇവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്ത് അതുപോലെ ഓം നമ ശിവായ ജപിച്ച് ഒരു 15 മിനിറ്റ് അവിടെ വളരെയധികം ഭക്തിയോട് കൂടിയിട്ട് ഒരു ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു. വലിയ തിരക്കുണ്ടായിരുന്നില്ല, എങ്കിലും തിരക്ക് തന്നെയാണ് കേട്ടോ. ഇതൊന്നും അല്ല ഇവിടുത്തെ തിരക്കെന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാനം ശിവരാത്രി തന്നെയാണ്. ഒരുപാട് ഭജനാസ്, പാട്ട്, ഡാൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശിവരാത്രി ദിനത്തിലുണ്ടാവും. നമ്മൾ ടി വി പ്രോഗ്രാമിലൂടെ ലൈവൊക്കെ കാണാൻ പറ്റുമല്ലോ ശിവരാത്രിയിൽ. ഇരുപത്തിനാല് മീറ്റർ വീതിയും 147 അടി നീളം, അത്രയും വലുപ്പത്തിലാണ് ഈ അർദ്ധകായ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും സ്റ്റീൽ കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മിതി. ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ഊർധ്വകായ പ്രതിമ എന്ന ഗിന്നസ് റെക്കോർഡും ഇതിന് നേടിയിട്ടുണ്ട്.
7:45 ആകുമ്പോഴേക്കും ലൈറ്റ് കഴിയും. ആരതി കാണിച്ച് പ്രസാദ വിതരണം കഴിഞ്ഞ് 8 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. 10:45 ആകുമ്പോഴേക്കും വീടെത്തി. അതിൻ്റെ ഇടയ്ക്ക് ഒരു 30 മിനിറ്റ് ഫുഡിന് വേണ്ടി സ്പെൻഡ് ചെയ്തു കേട്ടോ. അർദ്ധനാരീശ്വരി ശിവപാർവതി രൂപം തെളിഞ്ഞു വരുന്നു. വളരെ രസമാണ് കേട്ടോ അത് കാണാനായിട്ട്. ശരിക്കും നോക്കൂ, എവിടെയാണ് ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കണതൊന്നും നമുക്കറിയാൻ പറ്റില്ല. പ്രൊജക്ടർ പോലെയാണ് തോന്നുന്നു. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Namaskar. We are glad to announce that cultural offerings and Adi Yogi Divya Darshanam will happen every day at 7 p.m. whenever the Adi Yogi premises is open. கலை நிகழ்ச்சிகளும் ஆதியோகி திவ்ய தரிசனம் ஆதியோகி வளாகம் திறந்திருக்கும் அனைத்து நாட்களிலும் நடைபெறும்.